ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് അച്ചുവിൻ്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. എന്താ അവളുടെ പേര്? അൽവീനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശോഭ സിറ്റിക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനും അച്ചുവും കൂടിയിട്ടാണ്. അങ്ങനെ അപ്പോൾ അവരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഞാനിവളും ഈ നട്ടപ്പുറ വെയിലത്തിരുന്നിട്ട് ഉണങ്ങണ്ടല്ലോ വെച്ചിട്ട് നമ്മളകത്ത് ഏസിയിൽ പോയിരിക്കാൻ പോകാൻ കേട്ടോ. ആദ്യമായിട്ടാണ് ശോഭ സിറ്റിയുടെ ഫ്രണ്ടിൽ കൂടെ ഞാൻ കയറുന്നത്. ഇന്നേ വരെ ഇവിടെ വന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ കൂടെ വന്നിട്ടില്ല. എപ്പോഴും കാറ് പാർക്ക് ചെയ്ത് ആ വഴി അങ്ങനെ കയറലായിരുന്നു. ആദ്യമായി ഫ്രണ്ടിൽ കൂടെ കയറാൻ പോകുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടുമുട്ടി. കാണിച്ചു തരാം. കണ്ടടേ നോക്കച്ചു. ഫ്രണ്ടിൽ കൂടെ കയറാത്ത കാരണം ഈ സാധനം ഞാൻ കണ്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അത് ഏതാ നിങ്ങൾ കണ്ടുണ്ടോ? ഇത് ഞാനാളുടെ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ. അത് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇതേ ബുക്ക് വരെ ഇറങ്ങിയോണ്ട് സൺസ്ക്രീൻ ഇട്ട് പൊട്ടിയിട്ട് വന്ന് അച്ചു കറുത്തു പോയി വെയിൽ കൊണ്ടിട്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് എസ്കലേറ്റർ കയറി ഇറങ്ങുക. കടയിലൊക്കെ നോക്കി നടക്കൊന്നും മേടിക്കാനും ഇല്ല, കാണാനും ഇല്ല. ആ പിള്ളേർ വരണവരൊക്കെ ഇവിടെ നമ്മൾ നടക്കന്നെ, വേറെ നോ വഴി. ഇനി ഇവനെ കണ്ടാൽ തിരയടിക്കും ജനം, തൊഴുതിടും ഇടി മുഴങ്ങും. അഭിനവ രാജ രാജ എറിക്കണം ഇവൻ മച്ച കടവിള് പോലും വേണ്ട. നമ്മളത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വിട്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് തന്നെ. നീയേ ഞാനേ കാണാമേലേ, ഞാനേ നീയേ ഓർക്കാമേലേ. ഇനി നീയായി മുന്നിൽ വിലസും ഞാനത് കണ്ട് നീ ചുമ്മാ മോങ്ങേണ്ട. ഇനി എന്റെ ടൈം മൊത്തം പൊടി മാറും, ലൈഫ് പുള്ളി കളറാകുന്നേ. അടിപൊളി മനക്കളി, കനവില് പുലിക്കളി, എനിക്കിത് പുതുവഴി, നിനക്കത് ചതിക്കുഴി. അങ്ങനെ നമ്മൾ യൂസ്റ്റേൽ വന്ന് നൈസായിട്ട് രണ്ട് ടോപ്പൊക്കെ എടുത്തു കേട്ടോ. യൂസ്റ്റക്കാരത്തെ ഫ്രീ ആയിട്ട് കവറൊക്കെ തന്നു കേട്ടോ. നല്ല ആൾക്കാർ. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? അതെ, കളക്ഷൻസ് ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഡേ ഔട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഇന്നത്തെ ഒരു ഇത്. അപ്പോൾ ഇന്നത്തെ ചെറിയ പർച്ചേസിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ കേട്ടോ. വെയിൽ കൊണ്ട് ഉണങ്ങി എപ്പോൾ വന്നിരിക്കുന്നതാണെന്നറിയോ പാവം. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം.